അപ്പാപ്പയാണ്. അപ്പം ഞാനും മക്കളും കൂടെ ബീച്ച് വന്നേ കേട്ടോ. ഇത് ന്യൂ ഇയർ ദിവസമാണ് ബീച്ച് വന്ന. അപ്പോൾ അവർ വൈഫ് വന്നില്ല, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം ബീച്ചിലായി. തൊട്ടിക്കത്തിട്ട് ആട്ടുന്ന കണ്ടാ പിള്ളേരെ കണ്ടിട്ട് പേടി വരുന്നു. ചരിഞ്ഞിട്ടുള്ളതാ കണ്ടിട്ട് തന്നെ നല്ല ഇറങ്ങാന്നല്ലേ. നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങനെ ആടി ആടി നമ്മൾ അങ്ങോട്ട് പോയി നോക്കിയാലോ. കിട്ടിയോ? എത്ര രൂപ? ഒരാൾക്ക് 100. ഞങ്ങൾ അടുത്താണോ? സത്യം പറഞ്ഞാല് ഈ വള്ളത്തെ കയറാൻ എനിക്ക് പേടിയാ കേട്ടാ. എനിക്ക് പേടിയാ. ഞാൻ കയറി അപ്പോഴേ നമുക്ക് തല ഇറങ്ങും. പിന്നെ എന്തൊക്കെയാലും എനിക്ക് പേടിയല്ല. നമ്മള് 3 പേരും അച്ഛന് കയറിയിട്ടുണ്ട് കേട്ടാ. പേടിയുണ്ടെങ്കിൽ ഇനി ഇറങ്ങാം, സമയമുണ്ട്. പേടിയുണ്ടെങ്കിൽ ഇറങ്ങാം. ഇനി സമയമുണ്ടേ. ഇത് കണ്ടിട്ട് കസ്റ്റമറിന് എനിക്ക് പേടിയുണ്ട് കേട്ടാ. നല്ല പൊക്കത്തിലാണ്. നമ്മൾ താഴത്ത് നിന്നാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അവർ 3 പേരുകളിൽ ആ തുമ്പിന് പോയി ഇരിപ്പുണ്ട്. പൊന്നി മിണ്ടെന്ന് പോലെയല്ല കണ്ട. നമുക്ക് തന്നെ തല ഇറങ്ങുന്നത് കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. നല്ല പൊക്കം പോകുന്നുണ്ട് കേട്ടോ. ശകലം കട്ടിയായി പോക്കാൻ കേട്ടോ. നമുക്ക് ഞാനൊരു ശകലം പൊക്കം കയറിയാൽ തന്നെ നമുക്ക് തല കറങ്ങും. ഇത് കണ്ടോ, ഭയങ്കര ഹൈറ്റാണ് കേട്ടോ. ഞങ്ങൾ ആലപ്പുഴ ചെറുപ്പിന് ഇതൊക്കെ വരും. പക്ഷേ ഇത്രയും വലുതുറന്ന് ഇത്ര ഹൈറ്റിലും പോണത് ആദ്യമായിട്ടാണ് കേട്ടോ ആലപ്പുഴ വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ ഒക്കെ വരും. ഇതിൻ്റെ പകുതിയേ ഉള്ളൂ. പകുതി എന്ന് പറയാം, ഇതിൻ്റെ നേരെ പാതിയേ ഉള്ളൂ. ഇതെന്ന് പറയുമ്പോൾ ശകലം വലുതുമാണ്, ഭയങ്കര ഹൈറ്റിലാണ് പൊങ്ങുന്നത്. നമ്മളെ പൊന്നിച്ചൻ പേടിച്ചിട്ടാന്ന് തോന്നുന്നു 2 കൈയും കാലും ഇട്ട് അനക്കുന്നുണ്ട്. വേണ്ടതില്ല ഇവിടെ വരാതെ. സ്നേഹയ്ക്ക് പേടിയായതുകൊണ്ടാണ് കയറായിരുന്നത്. നമ്മള് സുഹൃത്തിൻ്റെ മോളാണ്, കൈയുടെ മോളാണ്. പേരെന്തുവാ? അതൊക്കെ പറയാം. ഞാൻ മലയാളിയുടെ ഫ്രണ്ടാ. നമ്മൾ ഒരുമിച്ചാ കളിക്കുന്ന. എങ്ങനെയുണ്ടായിരുന്നേ?
അത് പേടിച്ചല്ലോ അവിടെ ഇരുന്ന് 3 പേരും അവിടെ ഇരുന്ന് പേടിക്കുന്നുണ്ടല്ലേ അതാണ് എന്തോ വരേണ്ടത് പൊന്നിച്ചും വരണ്ട പോലെ എനിക്ക് തോന്നി ഞാൻ താഴത്തെ നിന്ന് കണ്ടപ്പോ എനിക്ക് തല ഇറങ്ങുമായിരുന്നു. നമ്മുടെ ആലപ്പുഴ ഇത് ആദ്യമായിട്ടല്ലേ ഇത്രയും വലുത് നിങ്ങളുടെ ഓർമ്മയിൽ? ഈ വർഷമല്ലേ കഴിഞ്ഞ പ്രാവശ്യം ചെറുതല്ലായിരുന്നു. ഇപ്രാവശ്യം തമ്മിൽ നമ്മള് ചെറുപ്പിന് പോയില്ല കേട്ടാ. ഇവിടെ ബീച്ചിൽ ആദ്യമായിട്ട് പേടിയില്ലേ കേറിക്കോ വാ വാ വാ. പക്ഷേ പേടിയില്ലെന്ന് ഇവര് പറയാം കേട്ടാ. അപ്പാപ്പിക്ക് പേടിയാ, ഇവര് പറയും പേടിയില്ലെന്ന് പറയാം. നമുക്ക് എന്തായാലും നോക്കാം. ഇവര് പറയുന്നില്ല ഇല്ലാതെ കയറണമെന്നാ പറയാം. കേറിക്കോണെന്ന് അറിയിക്കണം അമ്മ. നമ്മുടെ അക്കച്ചി സ്നേഹം കേറുന്നില്ല. അവര് രണ്ടുപേരും പോയിട്ടുണ്ട് കേട്ടാ. ഉണ്ണിച്ചനും പൊന്നിയില്ല അങ്ങോട്ട് വലിയ ടിക്കറ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോയെ. അവര് ഈ കാണലില്ല കയറാൻ പോവാ. തിരിഞ്ഞും മറിഞ്ഞൊക്കെ കറങ്ങാൻ പോവാ കേട്ടോ. അവര് രണ്ടുപേരും ഉള്ളു കേട്ടാ. ഇത് കേറി ഒന്ന് കറങ്ങി വരുമ്പോ കാണാം. വെള്ളം മേടിക്കാം. അവളുമാര് പറഞ്ഞേ അവളുമാരൊരു കറക്കം കറങ്ങി വന്നേക്ക് നമുക്ക് വെള്ളം കുടിക്കാം. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞില്ല. ആകാശത്തിന് കൊള്ളത്തില്ല, കറങ്ങിയിട്ടും പറയാം. ഈ സാധനത്തിലാണ് ദിവസത്തിലാണ് നമ്മളെ ഉണ്ണിച്ചനും മുന്നിച്ചനും കയറാൻ പോണത്. ഈ സാധനത്തിലാണ് കേട്ടോ. ഇനി എന്താണെന്ന് അറിയാം. ഇപ്പൊ തന്നെ വലിയവർ തന്നെ ഇരുന്നിട്ട് തലകറങ്ങുക. ആ പിള്ളേർ കൂടെ വലിയവരാ പ്രശ്നം. അവിടെ ഉണ്ണിച്ചനൊക്കെ കയറി കേട്ടാ. എല്ലാവരും പേടിച്ച് ഇറക്കത്തില്ലെന്ന് പറഞ്ഞാൽ മതി. ഇറങ്ങത്തില്ലെന്ന് പറയാട്ടാ. പോയി ഉള്ളിക്കണൊക്കെ ഇറങ്ങി. പേടിയില്ലെന്ന് അമ്മച്ചി ഞാനിപ്പോ കാർവേ ധാരാളം വണ്ടി ഓടിക്കുന്നു. ഞാൻ പറഞ്ഞില്ല
വളയം ബെറ്റർ ആയിട്ട് വളയം എറിയണം നമുക്ക്. പൊന്നിച്ച് എറിയുക ഇല്ല. ഒട്ടും അറിയില്ല. പേടിക്കാനൊന്നും ഇല്ല. ഞങ്ങളുടെ വീഡിയോ ഒന്ന് കാണിക്കാമോ? ആ ചൂടാ ഒന്നുകൂടെ കേട്ടാ. ഞങ്ങളുടെ ഫോട്ടോ എടുത്തത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ചേച്ചി അയച്ചേരാൻ പറഞ്ഞു. ഏത് പോണം? അതെന്തോ അത് പോസ്റ്റാ. അതെ ഇവർ മറന്നു. ലല്ലുവിനെ കണ്ടു പഠിച്ചതാ. ഞാൻ ഇട്ടതാ. കുളിക്കുന്നില്ലേ? പരിപാടി ചുറ്റിനും നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ മരണക്കിണർ നടക്കുന്നത്, അവിടെ എല്ലാം കുട്ടികളുടെ ഇവിടെ വെള്ളത്തെ നീന്ത് നടക്കുന്നത്. ഞങ്ങൾ വളയെറിയാൻ പോണു. ആ ബൂസ്റ്റിൻ്റെ അകത്തൊന്ന് ഇട്ട് കാണിച്ചേ. വളയൊരെണ്ണം ബൂസ്റ്റിനകത്ത് ഇട്ടേ. അതെ ശകലം ബുദ്ധിമുട്ടായിട്ടാവും. ബൂസ്റ്റ് വലിയ ബൂസ്റ്റാണ്. ഈ വളയെ ടൈറ്റ് ചെയ്താൽ ഈ പെണ്ണുങ്ങൾ കയ്യെ വളയിടുന്ന കണക്കുള്ള രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് ഇടണം. അങ്ങനെ ബൂസ്റ്റ് ഒരു കാരണം വെച്ചാലും വീഴത്തില്ല. അങ്ങനെ വീണാൽ തന്നെ ലക്കി ചാൻസാണ്. കാരണം വലിയ ബൂസ്റ്റാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ വളയത്തിനെക്കാട്ടും മതി. അതേ കണക്കിന് ബിസ്ക്കറ്റ് ഓവർ ബിസ്ക്കറ്റാണ് വെച്ചിരിക്കുന്നത്. ഭയങ്കര വലിപ്പം. നമുക്ക് വീഴാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതേക്കാളും ഞങ്ങൾ എറിയുന്നുണ്ട്. എറിയണ്ട പൊന്നിച്ച, എറിയണ്ട നമുക്ക്. നമുക്കറിയാം. എത്ര രൂപയാ? 40. എത്രണ്ണം? 10 എണ്ണം? 6 എണ്ണം? കേട്ടോ. 30 അല്ല, 27 എറിയുന്നുണ്ട്. ഒന്നിച്ച് എറിഞ്ഞോ? ഒന്നിച്ച് എറിയുന്നുണ്ടോ? അങ്ങനെയാ പിടി. ഞാൻ അറിയാം. പിടി. ഒച്ചരയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളിൽ പോലും വിശ്വസിപ്പിക്കാൻ പറ്റാത്ത അത്ഭുതകരമായ കാഴ്ചയിൽ നമ്മള് 200 രൂപ ഇപ്പൊ കാലിയാകും കേട്ടോ. നമുക്ക് വേണ്ടി അറിയുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ നോക്കാം ഭാഗ്യം. നമുക്ക് വേണ്ടിയാ വീണ നമുക്കാണ്. ഒന്നും കട ഒന്ന് പഠിച്ചാൽ 3 അതൊന്ന് കുഴപ്പം. ഒന്നും കൂടെ ഇനി പറഞ്ഞാലും ഞാൻ തരത്തില്ലേ. പച്ച നോക്കിയിട്ട് ഇവിടെ ഓറഞ്ച് പോലും വീഴുന്നില്ല. പച്ച തീർന്നേ. 200 രൂപ പോയ പോക്കേ. ധൈര്യമായിട്ട്
നമ്മളെ ഉള്ളിച്ചല്ല ചേട്ടാ അമ്മച്ചൊക്കെ വലിയ ബിസ്ക്കറ്റുമായിട്ട് നടക്കുക. വലിയ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഇനി എറിയണോ ഉണ്ണിച്ച? പ്ലാണ്ട് എറിയണോ ഇനി? നമ്മളപ്പോ ഒരു 4 കൂടെ മേടിക്കാൻ പോവാണ്. 4 കൂടെ 5 ഇവര് 5 നിങ്ങൾ വേറെ മേടിക്കടിയുന്ന ഇത് 5 ഞാൻ ഇത് ഞാൻ ഈ പോസ്റ്റിന് അറിയാം. അറ്റത്തെറിഞ്ഞ വീണാലും ഇല്ലെങ്കിലും ഇതിനെറിയുക. ഞാനൊരു ഇത് പറയട്ടെ, പിക്കപ്പ് ലൈൻ ഡാഡി നമുക്ക് 3D പോവാം. ഒരു ബിസ്ക്കറ്റ് 20 രൂപയുടെ ബിസ്ക്കറ്റ് അടിച്ചു. 300 രൂപ പോയിട്ട് 20 രൂപയുടെ ബിസ്ക്കറ്റ് അടിച്ചു കേട്ടാ. അടിച്ചു ബിസ്ക്കറ്റ് 20 രൂപ 20 രൂപ കേട്ടാ. 20 രൂപ എന്നാലും വീണപ്പോ ഒരു സന്തോഷമുണ്ട് കേട്ടാ. ഉണ്ണിച്ചാൻ വീണപ്പോ നമുക്ക് സന്തോഷമില്ലേ? ഉണ്ണിച്ചാനൊക്കെ വീഴ്ത്താൻ വേണ്ടിയിരിക്കുവാണേ. എന്റെ കൈ അടിച്ച് പൊട്ടിച്ചു കേട്ടാ. അത് പിന്നെ വീണേന്റെ ആവേശം. 300 രൂപയുടെ ബിസ്ക്കറ്റ് അടിച്ചേ. ഇതാണ് 300 രൂപയുടെ ബിസ്ക്കറ്റ്. അല്ലല്ല 299 അല്ല 99 സോറി 290. 10 രൂപ നമുക്ക് നമുക്ക് കടയിൽ പോയി വല്ല ഹോളിക്സ് മേടിച്ച ഇത്ര പൈസ ആവും? ഇല്ല. ലെറിന് മേടിച്ച് ചുമ്മാ പൈസ പാട്ടി ഇങ്ങ വരാൻ പാട്ടി ഇങ്ങ വാ. ബിസ്ക്കറ്റ് 40 രൂപയല്ലേ കാണത്തുള്ളൂ കടയിൽ. 40-50 നമുക്ക് അതിനറിയാം. നമുക്ക് ഇതിനെറിഞ്ഞാലോ ഇതിനെ ചിലപ്പോൾ വീഴും. പോസ്റ്റിലൊന്ന് എറിഞ്ഞു നോക്കാം. എറിഞ്ഞു നോക്കാം.
ഇതേ ഈ എടുത്തു ഈ ബൂസ്റ്റിനകത്ത് ഇത് ഈ റിങ് ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ കയറത്തുള്ളൂ, മനസ്സിലായോ? അത്ര വലിയ ബൂസ്റ്റാ. ഓണാക്കി അങ്ങോട്ട് പിടി, ബൂസ്റ്റിന് നേരെ പിടിക്ക് അക്കച്ചി, ബൂസ്റ്റിന് നേരെ കാണിക്ക്. വീട്ടിലൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞോണ്ടാ മേടിക്കുന്നത്, അറിയാം. പോയേക്കാം. ഇളയാള് ഇത് മൂത്തയാള്, അത് കൂട്ടുകാരൻ്റെ നമ്മുടെ ഇക്ക കേട്ടോ. നമ്മൾ കന്നിട്ടെ വെച്ച് നമ്മൾ എപ്പോഴും കാണുന്ന ബാവുണ്ണ, എപ്പോഴും നമ്മൾ കാണുന്ന ഒരാളായിരുന്നു കേട്ടോ. കേളമാനാ? ആ ഓക്കെ. പേരെന്തുവാ? ബിലാൽ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ ശരി ശരി. നമ്മൾ 5 എണ്ണം അല്ലേ? പിടി. ഗൂഗിൾ പേ ഉണ്ടോന്ന് ചോദിക്കട്ടെ? ഉണ്ട്, പൈസ ഉണ്ട് കയ്യിൽ. നമ്മള് പേടിക്കാതെ എങ്ങനെ ഉണ്ടോണ്ടിച്ചാ ഒളിവേ? നമ്മളിപ്പം 3D ചിത്രമാണ് വേണ്ടത്.
നമ്മളിവിടുത്തെ കയറി ഇറങ്ങിയാട്ടാ, കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നല്ലേ, കാറായിരുന്നു അന്ന്. ഇതിനിടയ്ക്ക് നീ ഉരുണ്ട് വീഴാൻ പോയതൊക്കെ തന്നെ. നമ്മള് മുണിച്ച ബിരിയാണി കിട്ടിയാ? ഇവര് ബിരിയാണി കഴിക്കാൻ നിൽക്കുന്നത് കേട്ടാ. ഞാനില്ല, അപ്പുറം 3 പൊറോട്ട ചിക്കൻ 99 രൂപ. അത്ര 99. നിങ്ങളിത് കഴിക്കും, ഞാൻ അവിടെ പോയി അതും മേടിച്ചിട്ട് വരാം. ഒന്നുമില്ല, അവര് ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പൊറോട്ട ചിക്കനായിട്ട് വന്നേട്ടാ. ബിരിയാണിയാ കഴിച്ചോ? എനിക്ക് വേണ്ട. അമ്മ മേടിച്ചോ? 40,000 മേടിച്ചോ. എന്നിട്ടെന്താ ഈ മേളിലോട്ട് അടിച്ചു വിടുന്ന സാധനമുണ്ട്, എനിക്ക് ആരും അടിച്ചില്ല. പോണ സാധനം മേടിക്കാനാണ്. മേടിച്ചാ അതിന്റെ പുറകെ ഓടിപ്പോ എടുത്താ മതി അല്ലേ? വിട്. അറിയാൻ പോലും എനിക്കറിഞ്ഞൂടാ, ഞാൻ കെട്ടിയിട് എവിടെയെങ്കിലും കെട്ടിയിടൊക്കെ ചെയ്യും. ഇപ്പം കഴിക്കാനാണോ അതോ പറയാം? ഇപ്പം കഴിക്കാം. പ്ലേറ്റ് ഇല്ല. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെതാ. എങ്ങനെയുണ്ട്? വലിച്ച അങ്ങനെ ഉണ്ടാ? ക്യാരറ്റാ? ക്യാരറ്റ് നമ്മുടെ പല്ല് പെട്ടെന്ന് പുളിക്കും. പല്ല് പെട്ടെന്ന് പുളിക്കുന്ന ഒരു കടി പോലും തന്നില്ല, എല്ലാം കൂടെ എടുത്ത് തിന്നു നോക്കിയേ. കുളിച്ചപ്പോൾ നമ്മൾ പോവല്ലോ ഉണ്ണിച്ച. ഞങ്ങളപ്പോൾ സമയം നോക്കുന്നില്ല, ഞങ്ങൾ പോവുക. കാരണം നമ്മളേ രാത്രി 12, ഇവരുടെ എല്ലാം ആഗ്രഹം 12 മണിക്ക് ബലൂണും പറത്ത് വിട്ടേച്ചും പോകണമെന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ആ സമയത്ത് പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് ഓട്ടോ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളങ്ങ് പോയേക്കും അല്ലേ പൊന്നിച്ച? അടുത്ത പ്രാവശ്യം ന്യൂ ഇയറിന് നമ്മുടെ കാശിന് നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ട് നമ്മൾ അരി ഇവിടെ ഒരു കാര്യം വേറൊന്നും പറയാനില്ല. ഉന്തുവണ്ടി അതോ ട്രോളിയാ? വേറെ നമ്മൾ പിള്ളേരെ കയറ്റി ഓട്ടോ കയറ്റി വിടുന്നുണ്ടേ.
അപ്പൊ ready, ready, ready. ഓക്കെ ഓക്കെ ഓക്കെ. ഗായ്സ് ഞാൻ പോയിട്ടില്ല. നമ്മൾ 12 മണിക്ക് ഓട്ടിക്കാൻ മേളോട്ട് വിടുന്ന സ്ഥാനം വാങ്ങാൻ പോകും. ഇവിടെ നമ്മളിവിടെ ഇപ്പം ഞങ്ങൾ ആലപ്പുഴ ഒന്ന് കടയിലൊന്ന് ടച്ച് ചെയ്തേ പോകത്തുള്ളൂ. അത് എത്ര മണിക്ക് അടയ്ക്കും എന്നറിയാൻ പല കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പം പോകണം. അപ്പോൾ ഞാനും ബന്ധിച്ചതും വണ്ടിയിലാണ് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അപ്പോഴേ നമ്മൾ പൊന്നിച്ചനും ഞാനിങ്ങനെ പോവുമായിരുന്നു. അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ കേട്ടാ വാഹിദ് പല്ലനല്ലേ? പല്ലന നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്നതാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പം കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, പേരെന്തുവാ? ഷിഫാന. ഓക്കെ, ഞങ്ങൾ പോകട്ടെ അപ്പം. ഓക്കെ, ശരി ശരി.